ഹലോ, നമസ്കാരം. ഞാൻ ഷഫീഖ്, ഖത്തറിലൊരു പേഴ്സണൽ ട്രെയിനറാണ്. പതിപോലെ ഇന്ന് ജിമ്മിലോട്ട് വന്നു. വാമപ്പ്, ലൂസനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്ന് എൻ്റെ വർക്കൗട്ട് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുള്ളത് അപ്പർ ബോഡി വർക്കൗട്ടാണ്. അപ്പം ഞാൻ ഇന്ന് ഒരുപാട് വർക്കൗട്ടൊന്നും ചെയ്യുന്നില്ല. എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ ഒരു സെഷൻ കഴിഞ്ഞിട്ട് ജിമ്മിൽ വന്ന് ഞാൻ ഇന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് കേബിൾ ക്രോസ് ഓവറാണ്. മാക്സിമം ചെയ്യാൻ പറ്റുന്ന വെയ്റ്റിൽ മാക്സിമം സെറ്റ് 3 to 4 സെറ്റാണ് ഇന്നത്തെ എൻ്റെ ഒരു ഫോക്കസ്. ഞാൻ എൻ്റെ ഒരു വർക്കൗട്ട് മെത്തേഡിൽ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യം, ഞാൻ ഒരുപാട് വർക്കൗട്ട് ഗെയിമുകൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എക്സസൈസ് ചെയ്യുന്നതിന് പകരം ചെയ്യുന്നത് മാക്സിമം നല്ല വൃത്തിയായി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. അതിനുശേഷം ഇന്നത്തെ ദിവസം ഞാൻ ചെയ്തത് ചെസ്റ്റ് പ്രസ്, ഇൻക്ലൈൻ ചെസ്റ്റ് പ്രസ്സാണ് ചെയ്തത്. ഒരു 18 കിലോയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 22, 24, 26 വരെയാണെന്ന് ചെയ്തത്. അപ്പർ ബോഡി ട്രെയിനിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ പുഷ് പുള്ള് ചെയ്യുന്ന പോലെ നമുക്ക് സ്ട്രെങ്ത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നമ്മൾ ഡിഫറെൻറ്റ് മസിൽസിന് വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ. അതിൻ്റെ ഇടയിൽ ചില സുഹൃത്തുക്കൾ സംശയങ്ങൾ ചോദിക്കുകയോ അല്ലെങ്കിൽ കുശലം പറയാനൊക്കെ വന്നതാണ്. വീണ്ടും നമ്മൾ നമ്മുടെ വർക്കൗട്ടിൽ തന്നെ ഫോക്കസ് ചെയ്തു. ഞാനൊരു 7 to 10 reps ആണ് ചെയ്യാറ്. പ്രീ വർക്കൗട്ടായിട്ട് ഞാൻ പ്രീ വർക്കൗട്ട് ഒന്നും എടുക്കാറില്ല, ലൈക്ക് സപ്ലിമെൻ്റ് ഒന്നും എടുക്കാറില്ല. പകരം കോഫി അതല്ലെങ്കിൽ ഓട്സ്, ലൈറ്റായിട്ടുള്ള ഫുഡ് തന്നെയാണ് എടുക്കാൻ ശ്രമിക്കാറ്. അതിനുശേഷം ബെൻഡ് ഓവർ റോ വിത്ത് ഡംബൽ, ഞാൻ യൂണിലാറ്ററലാണ് ചെയ്തത്. സിംഗിൾ ഡംബിൾ ബെൻഡ് ഓവറാണ് ചെയ്തത് വിത്ത് സപ്പോർട്ട്. അപ് ടു 28 kg വരെ ചെയ്തായിരുന്നു. ഇന്ന് ആംസിനൊന്നും ചെയ്തില്ല പ്രത്യേകിച്ച്, കാരണം ഹെവി വെയിറ്റ് ആയതുകൊണ്ട് തന്നെ സെക്കൻഡറി മസിലായിട്ടെല്ലാം അത് വർക്കായിക്കോളും. ലൈക്ക് ചെസ്റ്റ് പ്രസ്സിൽ നമ്മൾ ട്രൈസെപ്സിനും റോയിൽ നമുക്ക് ബൈസെപ്സിനും അത് ഓട്ടോമാറ്റിക്കലി വന്നോളും. പിന്നെ അതിന് ശേഷം പുള്ളപ്പ് ഒരു 3 സെറ്റ് ചെയ്തു. ചെറിയ കാർഡിയോയും ചെയ്ത് വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങളും മേടിച്ച് ഇറങ്ങി. താങ്ക് യു ഫോർ വാച്ചിങ്.